ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോളജ് സാഗ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആയ ഡേയ്സ് ആൻഡ് തീംസ് ആണ്. 2025-26 പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളും. പല PSC എക്സാമുകളിലും തീംസ് കണ്ടിട്ടുണ്ട് അല്ലേ? ചേരുമ്പടി ചേർക്കാൻ വരെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഓരോന്നായിട്ട് പഠിച്ചിട്ട് പോവാം. അപ്പം തുടങ്ങാം. ജനുവരി 12 ദേശീയ യുവജന ദിനം. ജനുവരി 12 ദേശീയ യുവജന ദിനം. 2026 പ്രമേയം സ്വയം ജ്വലിപ്പിക്കുക, ലോകത്തെ സ്വാധീനിക്കുക. സ്വയം ജ്വലിപ്പിക്കുക, ലോകത്തെ സ്വാധീനിക്കുക. 2025 പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. ജനുവരി 12 ദേശീയ യുവജന ദിനം. അപ്പം ഡേറ്റും എന്താണ് സംഭവം എന്നത് ഓർത്ത് വെക്കണം. 2026 തീം പഠിക്കുമ്പോൾ തൊട്ടു മുന്നത്തെ 2025 തീമും കൂടി പഠിച്ചിട്ട് പോയാൽ എക്സാമിന് ഏതാ ചോദിക്കാം പറയാൻ പറ്റൂല. ചിലപ്പം 2025 ചോദിക്കാം, ചിലപ്പം 2026 ചോദിക്കാം. അപ്പം 2 പഠിച്ചിട്ട് പോയാൽ നമുക്ക് തന്നെയാണ് ലാഭം. പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. കിട്ടിയില്ലേ? അടുത്തത് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം, അതായത് വോട്ടേഴ്സ് ഡേ. 2026 തീം എന്റെ ഇന്ത്യ എന്റെ വോട്ട്. 2026 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ തീം എന്റെ ഇന്ത്യ എന്റെ വോട്ട്. എന്റെ ഇന്ത്യ എന്റെ വോട്ട്. 2025 വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ വോട്ട് ചെയ്യും. അപ്പോൾ 2026 എൻ്റെ ഇന്ത്യ എൻ്റെ വോട്ട്. 2025 വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ വോട്ട് ചെയ്യും. അപ്പോൾ 2 ദിവസം കിട്ടിയില്ലേ? ജനുവരി 12 ദേശീയ യുവജന ദിനം, ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. ഓക്കെ. അടുത്തത് ജനുവരി 26 എല്ലാവർക്കും അറിയില്ലേ? റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനത്തിന്റെ 2026 തീം വന്ദേ മാതരം 150 വർഷങ്ങൾ. 2026 തീം വന്ദേ മാതരം 150 വർഷങ്ങൾ. 2025 തീം സ്വർണേം ഭാരത് വിരാസത് ഔർ വികാസ്. സ്വർണേം ഭാരത് വിരാസത് ഔർ വികാസ്. അപ്പൊ 2026 25 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം കിട്ടിയില്ലേ? അടുത്തത് അപ്പൊ ജനുവരിയിൽ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അടുത്തത് ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം. PYക്കാണ്. തണ്ണീർത്തട ദിനത്തിന്റെ 2026 തീം തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവുകളും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുക. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവുകളും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുക 2026 തീമാണ്. അപ്പൊ 2025 തീം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. അപ്പോൾ തണ്ണീർത്തടത്തിന്റെ 2 വർഷത്തെ തീം കിട്ടിയില്ലേ? 2026-25 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് ഫെബ്രുവരി 4. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. ഫെബ്രുവരി 4 ക്യാൻസർ ദിനത്തിന്റെ 2026 2025 തീം ഒരേ തീമാണ്, യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ബൈ യുണീക്ക്. അപ്പം അതിന്റെ മലയാളം അദ്വിതീയമായി ഒന്നിച്ചു. അപ്പോൾ ഓർത്ത് വെക്കുക, 2025 26 ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം സെയിം ആണ്, യുണൈറ്റഡ് ബൈ യുണീക്ക്. ഓക്കെ അല്ലേ? അടുത്തത് ഫെബ്രുവരി 13. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ലോക റേഡിയോ ദിനമാണ് ഫെബ്രുവരി 13. 2026 തീം റേഡിയോയും നിർമ്മിത ബുദ്ധിയും. AI ഒരു ഉപകരണമാണ്, ശബ്ദമല്ല. റേഡിയോയും നിർമ്മിത ബുദ്ധിയും AI ഒരു ഉപകരണമാണ്, ശബ്ദമല്ല. 2026 ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം. ഇനി 2025 പ്രമേയം റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും. അപ്പൊ 2025 26 ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം കിട്ടിയില്ലേ? അടുത്തത് ഫെബ്രുവരി 28. ഫെബ്രുവരി 28
ദേശീയ ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനമാണ് ഫെബ്രുവരി 28. അതിൽ 2026 തീം എന്ത്? ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത ഭാരതത്തിന് ഉത്തേജകം. ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത ഭാരതത്തിന് ഉത്തേജകം. അപ്പൊ 2026 തീമാണ്. ഇനി 2025 തീം വികസിത ഭാരതത്തിന് വേണ്ടി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക. വികസിത് ഭാരതത്തിന് വേണ്ടി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക. അപ്പം ഫെബ്രുവരിയിലെ കിട്ടിയില്ലേ? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, ഫെബ്രുവരി 4 ക്യാൻസർ ദിനം, ഫെബ്രുവരി 13 റേഡിയോ ദിനം, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഫെബ്രുവരി 28 ആയിട്ടില്ല, പക്ഷെ മുന്നേ തന്നെ പ്രമേയങ്ങളെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. 2 മാസത്തെ മാത്രമാണ് ഇപ്പം കൊണ്ടുവന്നേക്കുന്നത്. കറണ്ട് അഫേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചിട്ട് പോകാം. ബാക്കിയെല്ലാം വരും ക്ലാസ്സുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാം. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ കഴിയൂല. അപ്പം നമുക്ക് കുറച്ചായിട്ട് പഠിച്ചിട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ PSC പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്